നമ്മുടെ കേരളത്തിലെ വാർത്തകൾക്കൊന്നും യാതൊരുവിധ പഞ്ഞവുമില്ല അല്ലേ? ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാറിയ ഒരു വാർത്തയെന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ അത് വൈറലായിരുന്നു. വൈറലായിട്ടിപ്പോൾ ആകെപ്പാടെ വൈറലൊക്കെ ആയ ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. സംഭവം മറ്റൊന്നുമല്ല, സ്വന്തം ചേച്ചിയുടെ ഭർത്താവിനോടൊപ്പം അനുജത്തി ഒളിച്ചോടിപ്പോയേ എന്ന വാർത്തയാണ് ലാസ്റ്റ് നമ്മൾ കേട്ട ഒരു അവിഹിതത്തിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ ഒളിച്ചോടിപ്പോയി കുഞ്ഞനിയത്തിയെയും കൊണ്ട് മുതുക്കനായിട്ടുള്ള ഒരു ജ്യേഷ്ഠ സഹോദര സ്ഥാനത്ത് കാണേണ്ട ഒരു മരങ്ങോടൻ്റെ കൂടെയാണ് ഈ ഒരു ചെറിയ പെൺകുട്ടി, 22 വയസ്സുള്ള പെൺകുട്ടി, ഒരു മുതുക്കനായ ഒരു ജ്യേഷ്ഠൻ്റെ കൂടെ ഒളിച്ചോടി പോയിരിക്കുകയാണ്. അങ്ങനെ ഒളിച്ചോടിപ്പോയി പെൺകുട്ടിയുടെ മൊബൈൽ ഫോണൊക്കെ വിറ്റ് നക്കി. അതിനുശേഷം അവൾക്ക് കിട്ടിയ സാലറിയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സാലറിയൊക്കെ വിറ്റ് നക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവന് മനസ്സിലായി ഇനി തുടർന്ന് അങ്ങോട്ട് അവളെ പോറ്റണം എന്നുണ്ടെങ്കിൽ കയ്യിൽ നല്ല കാശ് വേണം എന്നുള്ളത്. കാരണം കിട്ടിയ പൈസയൊക്കെ, മൊബൈലൊക്കെ വിറ്റ പൈസ കുഴിമന്തിയും ബിരിയാണിയൊക്കെ മേടിച്ച് നക്കിയപ്പോൾ അങ്ങ് തീർന്നു പോയല്ലോ. അപ്പോൾ ഇനി പുതുതായിട്ട് വല്ലതും നക്കണം എന്നുണ്ടെങ്കിൽ പൈസ വേണ്ടായോ? അപ്പോൾ ഈ സമയത്തിന് പെൺകുട്ടിയുടെ വീട്ടുകാരെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അങ്ങനെ പുള്ളിക്കാരൻ ഈ പെൺകുട്ടിയെ സുഖമായിട്ട് തേച്ച് കളഞ്ഞു. ഗുരുവായൂർ പോയി കുറച്ച് ദിവസം മുറിയെടുത്തൊക്കെ താമസിച്ചതിന് ശേഷം, കുറേ ദിവസം ഓട്ടോറിക്ഷ തൊഴിലാളി കേട്ടോ, കുറേ ദിവസം ഓട്ടോയിൽ തന്നെയായിരുന്നു പുള്ളിക്കാരൻ. പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ ഒരു ബുദ്ധി മോശം കാണിച്ചതെന്ന് വെച്ചാൽ 2-3 ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പെൺകുട്ടി. അപ്പോൾ ലൈവിലൊക്കെ വന്ന പുള്ളിക്കാരത്തി ഇപ്പോൾ വൈറലായി ഇനി അടുത്ത മാസം അറിയാം വൈറലായോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ, അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. എന്തായാലും ഇപ്പോൾ നമ്മുടെ അനിയത്തി കുട്ടിയെ ചേട്ടൻ കൈ കഴുകിയിട്ട് പോയിരിക്കുകയാണ്, കളഞ്ഞ് കൈ കഴുകിയിട്ട് പോയിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് ഈ അനിയത്തി കുട്ടി ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചേച്ചിയിൽ നിന്ന് ചേട്ടനെ ഞാൻ അടർത്തി മാറ്റില്ല, എപ്പോഴും വേണേലും ചേച്ചിക്ക് ചേട്ടനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ വിട്ടുതരാൻ തയ്യാറാണ്, കാണാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഇപ്പോൾ ഇതേ അനിയത്തിക്കുട്ടിയെ വീട്ടുകാരും കൈയഴിഞ്ഞു, നാട്ടുകാരും കൈയഴിഞ്ഞു. ഇനിയിപ്പോൾ മുസ്ലിം സമുദായത്തിൽ ചേർന്നാൽ എന്താ എന്നുള്ളൊരു ചിന്തയിലൊക്കെ പുള്ളിക്കാരത്ത് നിൽക്കുകയാണ്. അത്തരത്തിലുള്ള ഒത്തിരി വീഡിയോകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് ഞാനൊരു ലെന്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കാണണമെന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ഷോർട്ട് വീഡിയോയുടെ താഴെയായിട്ട് കാണുന്ന റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൻ്റെ ലെന്ത് വീഡിയോ കാണാൻ പറ്റുന്നതായിരിക്കും. നല്ലൊരു അടിപൊളി വീഡിയോ ആണ്. ആ ഒരു വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ പൊന്നോ, അതിൻ്റെ തന്നെ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ആ 2 വീഡിയോയും പോയി കാണുന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ തർക്കവും ഇല്ല. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റിലേറ്റഡ് വീഡിയോ എന്നെഴുതിയിരിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ചുമ്മാ അതൊന്ന് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾ വീഡിയോ കാണുക.